അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാസ്തയാണ്. പാസ്ത അല്ലെങ്കിൽ നമ്മൾ സാധാരണ മക്കറോണി വെച്ചിട്ടും നമുക്കിത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല, ഒരുപാട് ചെറുതായിട്ട് പോവും. അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതേപോലെ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്, ഒരുപാട് ചെറുതായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തന്നെ അങ്ങ് വെന്ത് പോവും. ഇനി വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട കെട്ടിപ്പോവും. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പേക്കിൻ്റെ മുകളിലുണ്ടാവും ഓരോ പാസ്തയുടെയും കുക്കിംഗ് ടൈം. അപ്പോൾ അതനുസരിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് സമയം വേവിച്ച് ഇതങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല. നമുക്കിത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു പാസ്ത വേവിച്ചെടുക്കുന്ന സമയത്ത് 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് കിട്ടുന്നത്. ഇപ്പോൾ ഞാനൊരു 8 മിനിറ്റ് ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് കോരിയെടുക്കാം. ഓവറായിട്ട് വെന്ത് പോകരുത്. പാസ്ത കോരിയെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2.5 കപ്പ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1.25 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ നേർപകുതി വേണം ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ള പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്കിൽ ചെറിയ കട്ടകളായിട്ടൊക്കെ ഇത് കിടക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ഡ്രിങ്കിന് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റും ആ ഒരു കൺസിസ്റ്റൻസിയും ഒന്നും കിട്ടില്ല. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട കെട്ടിപ്പോവും. കസ്റ്റാർഡ് പൗഡറൊക്കെ ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ കൂടെ ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കട്ട കെട്ടി പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്ത ആ ഒരു മിക്സ് നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിതിലോട്ട് പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ചെറിയ കട്ടകളായിട്ടൊക്കെ ഈ ഒരു പാസ്ത നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടുന്ന വരെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ട് മാറിയിട്ടുണ്ട്. നമ്മളിത് ഡ്രിങ്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഒരുപാട് അങ്ങോട്ട് തിക്കാക്കി എടുക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അളവെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ആ ഒരു പാടുകളൊക്കെ വന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചൂടാറി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ചൂടാറിയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ചൂടാറുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ഈ ഒരു പാലിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഓവറായിട്ട് കുറുകിപ്പോവും. അപ്പോൾ ആ ഒരു ഡ്രിങ്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു മീഡിയം സൈസിലുള്ള ആപ്പിളിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. അതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാതെ ഇത് സെർവ് ചെയ്യാം. ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് സെർവ് ചെയ്യാൻ പാടുള്ളൂ. ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോ തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. ഇല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്